ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ആസ് യൂഷ്വൽ 10 മിനിറ്റ്സും കൂടെ ഉള്ളൂ ബസ് എടുക്കാൻ. എന്തായാലും ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പിലെത്തി. ഫൈനലി ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി. എന്തായാലും ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ ലാൻഡ് ചെയ്തു. സ്കോട്ട്ലൻഡിൽ വന്നുകൊണ്ട് ഞങ്ങൾ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർ ഞങ്ങളെ കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഫസ്റ്റ് ബസ്സല്ലാണ് ദ കെൽപ്സ്. അവിടെ ചെന്ന് ഞങ്ങൾ കുറേ വ്യൂ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നേരെ ലോക്കലോമണിൽ പോയി. അവിടെ നിന്ന് ഞങ്ങൾ ബോട്ട് ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബോട്ടിലിരുന്ന് കുറേ വ്യൂവും കാര്യങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരുന്നു. ഫാമിലിയായിട്ട് കുറേ ട്രിപ്പ് അവിടെ ഇവിടെയൊക്കെ പോയതിൻ്റെ ക്ഷീണം നല്ല രീതിയിൽ എല്ലാവരുടെയും മുഖത്ത് കാണുന്നുണ്ട്. എന്നാലും അവർ പോകുന്നതിന് മുന്നേ സ്കോട്ട്ലൻഡും കൂടെ കാണിച്ചേക്കാമെന്ന് ഓർത്തു. അങ്ങനെ സ്കോട്ട്ലൻഡിൽ പോയി അവരുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ കയറി ഫിഷ് ഫിംഗേഴ്സ് അതൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചിരുന്നു. എന്നിട്ട് പോകുന്ന വഴി ഞങ്ങൾ കുറേ സ്കോട്ട്ലൻഡ് കൂസിനൊക്കെ ഉണ്ട്. അവിടുത്തെ സ്കോട്ടിഷ് കൗ ആണ്. അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയതൊരു കാസിലാണ്. അവിടെ ചെന്നപ്പോൾ കാസിൽ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു ഐസ്ക്രീമും കണ്ട് വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നപ്പോഴാണ് എന്നാൽ ഫാമിലി ആയിട്ട് റീൽ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാമിലി തല്ലിപ്പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവരെ പാവം പഠിപ്പിച്ചെടുത്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ റീലും ഷൂട്ട് ചെയ്തു. അങ്ങനെ റീലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എഡിൻബറയിൽ ലാൻഡ് ചെയ്തു. എഡിൻബറയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പെറി ചിക്കൻ കഴിച്ചു. എന്നിട്ട് അവിടെ നേരെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ബെഡിലോട്ട് ഫ്ലാറ്റ് ആവാനുള്ള ശ്രമത്തിലായിരുന്നു. പറഞ്ഞാൽ എല്ലാവരും നല്ല ടയർഡാണ്, രാവിലെ ഇറങ്ങിയതാണ്. സോ അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായിട്ട് ഫ്ലാറ്റായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.